നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നുണ്ടായ ദയനീയ പരാജയം അതൊരു കാരണവശാലും CPM-ന് ഇപ്പോഴും അതുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പുകളിൽ പരാജയവും വിജയവുമെല്ലാം സാധാരണയാണ്. അതുമായി പൊരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിൽ ജനങ്ങളുടെ വിധിയെഴുത്തിനെ മാനിക്കണം. എന്നാൽ 99 സീറ്റുണ്ടായിരുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ 3.0 ആവർത്തിച്ച് വീണ്ടും ഭരണത്തിൽ വരും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പന്തലിടാൻ വരെ കരാർ കൊടുത്തിരുന്ന ഒരു പ്രസ്ഥാനം അമ്പെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നതാണ് 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ കേരളം കണ്ട് ഞെട്ടിയത്. CPM അക്ഷരാർത്ഥത്തിൽ നടു തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. CPM എന്ന് മാത്രമല്ല ഇടതുപക്ഷം 35 സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്നു. മറുവശത്ത് UDF 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി സഭയിലേക്ക് എത്തുന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടിക്ക് ഇത്രത്തോളം വലിയ അപജയമുണ്ടായത്, പതനമുണ്ടായത്, പരാജയമുണ്ടായത് എന്ന് അവലോകനം നടത്തുമ്പോൾ ബൂത്ത് തലം മുതൽ അങ്ങ് സംസ്ഥാന തലം വരെയുള്ള ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഇങ്ങനെയുള്ള തരംതിരിച്ചുള്ള പരാജയ അവലോകന യോഗങ്ങളിലെല്ലാം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ചില പ്രവർത്തനങ്ങളും വഴിവിട്ട പ്രവർത്തന ശൈലികളും വഴിവിട്ട സംസാര ശൈലിയും പൊതുജനങ്ങളെ ഈ പാർട്ടിയിൽ നിന്നും അകറ്റി. കൂടാതെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് നിരക്കാത്ത രീതിയിലുള്ള ജീവിതവും പ്രവർത്തന ശൈലിയുമെല്ലാം തീർത്തും പാർട്ടിയെ ദുർബലപ്പെടുത്തി. ഭരണവിരുദ്ധ വികാരവും നിലനിന്നിരുന്നു. ഇത് CPM-ൻ്റെ തന്നെ അവലോകന യോഗങ്ങളിൽ പറഞ്ഞു കേൾക്കുമ്പോൾ പിണറായി വിജയൻ ഏതാണ്ട് പാർട്ടിക്ക് പുറത്തേക്ക് അല്ല എന്നുണ്ടെങ്കിൽ CPM-ൽ പഴയ പ്രതാപം പിണറായി വിജയൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. കൂട്ടത്തിൽ MP ഗോവിന്ദനെയും കണക്കറ്റ് അവർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയും പോലെ പിണറായി വിജയൻ ഒത്ത രീതിയിൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ CPM-നെ മുന്നോട്ട് കൊണ്ടുപോയത്. തീർത്തും ജനഹിതകരങ്ങളല്ലാത്ത രീതിയിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേരാത്ത രീതിയിൽ, മനുഷ്യന് മനസ്സിലാകാത്ത, വായിൽ കൊള്ളാത്ത വർത്തമാനം പറഞ്ഞ് താത്വികാചാര്യൻ്റെ അല്ലെങ്കിൽ സൈദ്ധാന്തിക ആചാര്യൻ്റെ പരിവേഷം അണിഞ്ഞ് MP ഗോവിന്ദൻ ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി. MP ഗോവിന്ദൻ എവിടെയെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് പാർട്ടിക്ക് ആ മേഖലയിൽ നിന്ന് 100 വോട്ട് കുറയും എന്നാണ് വിലയിരുത്തപ്പെട്ടത്. അത് തന്നെ സംഭവിച്ചു. ഇവിടെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങളിലൂടെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതായത് പിണറായി വിജയനെതിരെ CPM-ൻ്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയുടെ നേതൃത്വത്തിൽ കടുത്ത പിണറായി പക്ഷക്കാരായ M സ്വരാജ്, P രാജീവ്, പുത്തലത്ത് ദിനേശൻ എന്നിവരുൾപ്പെടെയുള്ള, അതായത് കണ്ണൂരിലെ ജയരാജത്രയന്മാർ ഉൾപ്പെടെയുള്ള ഒരു വലിയ മുൻനിര നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം പിണറായി വിജയനെ ഈ MP ഗോവിന്ദനെ CPM-ൽ നിന്നും പടിയടച്ച് പിണ്ണം വയ്ക്കുക, CPM-നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് CPM-ൻ്റെ പഴയ പ്രതാപം വീണ്ടെടുത്ത് വീണ്ടും CPM-നെ ഭരണത്തിലെത്തിക്കുക, അധികാരത്തിലെത്തിക്കുക. ഇതിന് പിണറായി വിജയനും MP ഗോവിന്ദനും CPM-ൻ്റെ ഭരണസാരഥ്യത്തിലിരുന്നാൽ അത് നടക്കില്ല, അത് വിനയാകും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും പിണറായി വിജയനെയും MP ഗോവിന്ദനെയും പടിയടച്ച് പിണ്ണം വയ്ക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി കേന്ദ്ര കമ്മിറ്റി വരെ മാത്രമേ പിണറായി വിജയന് പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കേൾക്കുന്നു. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ പ്ലീനം കൊണ്ടുവരുമ്പോൾ ആ പ്ലീനത്തിൽ തീരുമാനമെടുക്കും. MP ഗോവിന്ദനും പിണറായി വിജയനും പുറത്തു പോകും എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു കേൾക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഭാവി പരിങ്ങലിലാവുന്നു. CPM-നകത്തും CPM-ന് പുറത്തും പിണറായി വിജയൻ ഏറെ അപ്രസക്തനാവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഫവാസ് ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്കിതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ ഒതുക്കാനുള്ള ഒരു സമാന്തര ടീം ഈ പറഞ്ഞ പോലെ MA ബേബിയുടെ നേതൃത്വത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ കൂട്ടിവെച്ച് ആലോചിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം അടുത്ത് നടന്ന ഈ നിയമസഭയിലെ ഈ ചർച്ചയ്ക്കിടയിൽ KN ബാലഗോപാലൻ പിണറായി വിജയനോട് വലിയ തരത്തിൽ ആക്രോശിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എണീറ്റ് നിന്ന് വല്ലതും പറയുന്ന രീതിയിൽ ഭയങ്കര വായ തുറന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം നമ്മൾ ഈ വിഷയം ഇവിടെ വെക്കണം. കാരണം ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. അതിനുശേഷം സ്പീക്കർ ഒരു സ്വകാര്യ മാധ്യമത്തിന് കൊടുത്തൊരു കാര്യത്തിൽ പറഞ്ഞത്, പിണറായി വിജയൻ മുതിർന്ന ഒരു നേതാവാണ്, അദ്ദേഹത്തിനോട് ഒരു UDF-ലാണെങ്കിൽ പോലും അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് വയസ്സായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആരും ഇത്തരത്തിൽ കൈയെടുത്ത് സംസാരിച്ചിട്ടില്ല. അതേ ബഹുമാനം നമ്മൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ കൊടുക്കണം.
കൊടുക്കേണ്ടത്. പിണറായി വിജയൻ പാർട്ടിയിൽ 10 വർഷം മുഖ്യമന്ത്രിയായിട്ടും പാർട്ടി നേതാവായിട്ടും നിയമസഭയിലെ മുതിർന്ന നേതാവായിട്ട് നിൽക്കുന്ന, അത്തരത്തിലുള്ള മുതിർന്ന നേതാവായി നിൽക്കുന്ന പിണറായി വിജയനോട് KN ബാലഗോപാലൻ കാണിച്ചത് ശരിയായില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. പക്ഷെ സ്പീക്കർ കാണാത്ത പോയ മറ്റൊരു വശം കൂടിയുണ്ട്. പിണറായി വിജയനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കാർ കൂടി തീരുമാനിച്ച ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് KN ബാലഗോപാലൻ നിയമസഭയിൽ പ്രവർത്തിച്ചത് എന്നുള്ളത്. സ്പീക്കർ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഗോൾഡ് എന്താ ഓൾഡ് ഈസ് ദ ഗോൾഡ് എന്നാണ് സ്പീക്കർ അന്ന് പറഞ്ഞത്. പഴയത് തങ്കം പോലെയാണ് എന്നുള്ളത് സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ പഴയതിനെ, ആ തങ്കത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റൊരു സമാന്തര ശ്രേണി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്പീക്കർ അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇങ്ങോട്ട് വരുമ്പം ഇനി നമ്മൾ ഈ വിഷയം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി MA ബേബി നേതൃത്വം കൊടുക്കുന്ന ഒരു സമാന്തര CPM-നുള്ളിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ഭാവി ഇല്ലാണ്ടാക്കാൻ, അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നീങ്ങുന്നത് MA ബേബി തന്നെയാണ്. MA ബേബിക്ക് തൊട്ട് പുറകിലായി MA ബേബിക്ക് എല്ലാവിധ സപ്പോർട്ടും കൂടി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന രണ്ടാമത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ MA ബേബിയാണ്. അതിന് തൊട്ട് പുറകിലായി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ P രാജീവ്, M സ്വരാജ്, KN ബാലഗോപാൽ എന്നിങ്ങനെയുള്ള നേതാക്കന്മാരാണ് രണ്ടാം കിട നേതാക്കന്മാരായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ ഈ KN ബാലഗോപാലിനാണ് നിയമസഭയിൽ ഇത്തരത്തിൽ പിണറായി വിജയനെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സാധനം തുടക്കം വെച്ചത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇവർ രണ്ടാം കിട നേതാക്കന്മാർ, ഇവർക്ക് തൊട്ട് പുറകിലായിട്ട് ഈ പറഞ്ഞ പോലെ MA ബേബി രണ്ടാം നിര നേതാക്കൾ, അതെ രണ്ടാം നിര നേതാക്കൾ, തൊട്ട് പുറകിലായി മൂന്നാം നിര നേതാക്കന്മാരെയും ഈ പറഞ്ഞ പോലെ MA ബേബി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഈ പറഞ്ഞ പോലെ EK ശ്രീമതിയും അതേപോലെ തന്നെ P ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരും മൂന്നാമത്തെ വരിയിലും തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അതിനർത്ഥം പാർട്ടി എല്ലാം കൊണ്ടും തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ P ജയരാജൻ, രാജീവ്, M സ്വരാജ്, KN ബാലഗോപാലൻ, ദിനേശൻ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടി ആയിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പൊ ഇത്തരത്തിൽ എല്ലാവരും കച്ച കെട്ടി രംഗത്തിറങ്ങി എന്നുള്ളതാണ്. അപ്പൊ ഇതിന് KN ബാലഗോപാലിന് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ പിണറായി വിജയനെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും പറയാത്ത രീതിയിൽ അദ്ദേഹത്തെ വഷളാക്കുക എന്നുള്ള സാധനമാണ് തോന്നുന്നു. നേരിട്ട് എതിർക്കുക. അതെ. അപ്പം ഇത് ഇങ്ങനെ ഒരു വശത്ത് പുറത്ത് ഇതിന് മറുഭാഗം തന്നെ MA ബേബി EMSന്റെ പരിപാടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് നടന്ന EMSന്റെ ലോകം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പം നിയമസഭയ്ക്കുള്ളിലും അതേപോലെ നിയമസഭയ്ക്ക് പുറത്തും, നിയമസഭയ്ക്കുള്ളിൽ KN ബാലഗോപാലിനാണെങ്കിൽ നിയമസഭയ്ക്ക് പുറത്ത് MA ബേബിയാണ് ഇതിന് കരിക്കൾ നീക്കുന്നത്. അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് മുന്നണിയുടെ മറവിൽ നിന്നും കളിക്കുന്ന മറ്റു നേതാക്കന്മാരാണ് ഈ പറഞ്ഞ പോലെ P രാജീവും M സ്വരാജ് അടക്കമുള്ള നേതാക്കൾ. അതെ. ഇപ്പം നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്ന പല നേതാക്കന്മാർ, CPM-ന്റെ ഇനി ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ പറഞ്ഞ പോലെ പിണറായി വിജയനും MV ഗോവിന്ദനും തനിച്ചാകുന്നു എന്നുള്ളൊരു സാധനത്തിലൂടെ ഇപ്പോൾ പാർട്ടി കടന്നു പോകുന്നത്. പാർട്ടി നേതാക്കന്മാർക്ക് മാത്രമല്ല, അനുയായികൾക്കിടയിലും ജില്ലാ കമ്മിറ്റിയിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പല നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പിണറായി വിജയനെതിരെ പാർട്ടി മീറ്റിംഗിൽ നിലപാട് പറയാൻ പറഞ്ഞത് MA ബേബി പിണറായി വിജയൻ MV ഗോവിന്ദന് തന്നെയാണ്. നിലപാട് പറഞ്ഞതിനെതിരെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു എന്നുള്ള സാധനം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറയാനുള്ളതല്ല നിങ്ങൾ പാർട്ടി മീറ്റിംഗിൽ പറയണമെന്ന് പറഞ്ഞതിനുള്ള വലിയൊരു അപഹാസ്യം. ഒരു കാര്യമുണ്ട്, ആരൊക്കെ ഇപ്പോഴും എന്റെ പക്ഷത്തുണ്ട് എന്നറിയാൻ വേണ്ടി തന്നെയായിരിക്കും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, സ്വരാജും P രാജീവും ഒക്കെ കടുത്ത പിണറായി പക്ഷക്കാരായിരുന്നു. ഇപ്പൊ അവര് വരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ പിണറായിയുടെ ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്നു. പിണറായിയുടെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള മുഖം അടിച്ചു വയ്ക്കുന്നു. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ ഉടനീളം പിണറായി വിജയനെ മാത്രം കാണിച്ചുകൊണ്ട് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുമ്പോൾ പിണറായി അല്ലാതെ മറ്റാരുണ്ട് നമ്മെ നയിക്കാൻ എന്നൊരു നരേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അതിലൂടെ ഒരു രണ്ടാം നിര നേതാക്കൾ പോലും CPM-നില്ല എന്നൊരവസ്ഥ വരുത്തി തീർക്കുന്നു. ഇതിനെതിരെ ശക്തമായി തന്നെ രാജീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫലത്തിൽ ഇതുവരെ കൂടെ നിന്നിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളെല്ലാവരും പടവാളുമായി നേരെ എതിർചേരിയിലേക്ക് മാറുമ്പോൾ പിണറായി വിജയൻ തീർത്തും അശക്തനാകുന്ന കാഴ്ചയാണ്. ഇവിടെയാണ് ഫവാസ് പറഞ്ഞത്, പിന്നെ എന്തിനാണ് എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായം തുറന്നു പറയാൻ എന്ന് പറയുമ്പോൾ മാറിയ സാഹചര്യത്തിലും എൻ്റെ ക്യാമ്പിൽ എൻ്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ തന്ത്രശാലിയായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു പരിപാടി തന്നെയായിരുന്നു എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഇപ്പോൾ നിയമസഭയിൽ ബാലഗോപാൽ പിണറായി വിജയനെതിരെ ഇത്തരത്തിലോളം എഴുന്നേറ്റ് നിന്ന് ആക്രോശിക്കുന്ന തരത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിണറായി വിജയന്റെ പ്രതാപകാലത്തായിരുന്നു എങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു കാര്യം സങ്കല്പിക്കാൻ പോലും സാധിക്കുമോ? ഇത്
ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇത് കുറച്ചുകൂടി മുമ്പേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട നേതാക്കന്മാരൊക്കെ പിണറായി വിജയൻ വെട്ടി ഒതുക്കിയായിരുന്നു. പണ്ട് അച്യുതാനന്ദനെ ഒതുക്കിയ പോലെ. കാരണം പിണറായിക്ക് മനസ്സിലായിരുന്നു അച്യുതാനന്ദൻ ഇനി വളർന്ന പ്രശ്നമാണെന്നുള്ളത്. അതുകൊണ്ട് അച്യുതാനന്ദൻ വെട്ടി ഒതുക്കി. അദ്ദേഹത്തിന് പ്രായധിക്യം കാരണം പലതരത്തിൽ ഓർമ്മയില്ലാത്ത പല കാര്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളത് പറയുന്നു. മാത്രമല്ല കെ ശൈലജയെ വെട്ടി ഒതുക്കി, പി ജയരാജനെ വെട്ടി ഒതുക്കി. അപ്പം അദ്ദേഹം മറന്നുപോയ കുറച്ച് നേതാക്കന്മാരിൽ ഒരാളായിരിക്കും ഈ KN ബാലഗോപാലിനും പി ജയരാജനടക്കമുള്ള നേതാക്കന്മാർ. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ, പ്രതാപകാലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവരെയും വെട്ടിച്ചുരുക്കുമായിരുന്നു. എന്തായാലും അന്ന് പിണറായി വിജയൻ ദീർഘവീക്ഷണത്തിൽ എവിടെയോ പാളിച്ച പറ്റി എന്നുള്ള കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും പാടെ ഒരുമിച്ച് നിൽക്കുന്നു. അന്ന് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടവരും അടി കൊള്ളാത്തവരും അടി കൊള്ളാൻ ചാൻസ് ഉള്ളവരും എല്ലാവരും അവിടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. മറുവശത്ത് പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും മാത്രം തനിച്ചാകുന്നു എന്നുള്ള പ്രക്രിയ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും CPM-നുള്ളിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ പിണറായി വിജയനെ എനിക്ക് തോന്നുന്നില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തെ മുഴുവനായിട്ട് ഇരുത്തും എന്നുള്ളത്. മുന്നണിക്കുള്ളിലെ പ്രശ്നം ഇങ്ങനെയാണെങ്കിൽ മറ്റു മറുവശത്ത് CPI ചിലർക്കാരല്ല, അവരും വലിയ തരത്തിലുള്ള പ്രശ്നം പിണറായി വിജയനെതിരെ പ്രതിപക്ഷ ഉപനേതാസ്ഥാനം തന്നെ ചോദിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും അവർ LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നാം നിയമസഭ ചേർന്ന് പിരിഞ്ഞിരിക്കുന്നു. അത്രത്തോളം കാലയളവായിട്ട് പോലും LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം നാണം കെട്ട അവസ്ഥയിലേക്ക് ആ പാർട്ടി ചെന്നെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഒരു വശത്ത് പാർട്ടിക്കുള്ളിൽ നിന്നും മറുവശത്ത് ഈ പറഞ്ഞ പോലെ ഘടകകക്ഷികളടക്കം എല്ലാവരും അവിടെ യോജിച്ച് നിൽക്കുന്ന ഒരു പ്രക്രിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ ഈ ടേം 5 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റേണ്ടി വരുന്ന ഒരുപക്ഷെ അദ്ദേഹം മനഃപൂർവ്വം മാറി നിന്ന് കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇവരെല്ലാം പാടെ കൂടി അദ്ദേഹത്തെ മാറ്റും, അല്ലെങ്കിൽ ഒഴിവാക്കും, അല്ലെങ്കിൽ എടുത്തെറിയും എന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ഇത്തരത്തിലോട്ട് കാര്യങ്ങൾ നീക്കപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് എനിക്കത് പറയാനുള്ളത്. തീർച്ചയായും എന്താണ് ഈ കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാനേ സാധിക്കുള്ളൂ. CPM ആണ് പാർട്ടി. ഇനി അതിൽ മുൻവിധികളൊന്നും പറ്റില്ല. കാരണം അവർ തന്നെ പറയുന്ന ഭാഷയിൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നുള്ളതെല്ലാം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ സാധിക്കും. അതുവരെ നമുക്കും കാത്തിരിക്കാം.